മുസ്ലിങ്ങൾക്കും യാദവ വിഭാഗത്തിനുമായി താനൊരു കാര്യവും ചെയ്യില്ലെന്നാണ് ബീഹാറിലെ സീതാമാർഗിയിൽ നിന്നുള്ള JDU MP ദേവേഷ് ചന്ദ്ര താക്കൂർ ആണയിട്ടു പറയുന്നത്. MPയുടെ പരാമർശം വലിയ വിവാദമായിരിക്കുകയാണ്. മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞതടക്കമാണ് താക്കൂറിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. മുസ്ലിങ്ങളും യാദവ വിഭാഗക്കാരും NDAക്ക് വോട്ട് ചെയ്തില്ലെന്നാണ് താക്കൂർ ആരോപിക്കുന്നത്. 71കാരനായ താക്കൂർ 55,000 വോട്ടിന് താഴെ മാർജിനിലാണ് സീതാമാർഗിയിൽ നിന്ന് വിജയിച്ചത്. ദേവേഷ് ചന്ദ്രയുടെ പ്രസംഗത്തിന്റെ വീഡിയോ നേരത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതിലാണ് മുസ്ലിങ്ങളെയും യാദവരെയും അവഗണിക്കുമെന്ന് അദ്ദേഹം പറയുന്നത്. NDAയുടെ സ്വന്തം വോട്ടർമാർ ഇത്തവണ RJDക്കൊപ്പം പോയെന്ന് താക്കൂർ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത്തവണ പാർലമെന്റിലേക്ക് ആദ്യമായിട്ടാണ് താക്കൂർ മത്സരിച്ചത്. ബീഹാറിലെ അറിയാൻ സമൂഹമായ സുരികളുടെ വോട്ടുകൾ എനിക്ക് ലഭിച്ചിട്ടില്ല, കൽവാറുകളുടെ വോട്ടുകളും കിട്ടിയില്ല. എന്തിനേറെ പറയുന്നു, കുശ്യാഹകൾ പോലും എന്നെ കൈവിട്ടു. ലാലു പ്രസാദ് യാദവ് കുശ്യാഹകൾക്ക് ധാരാളം സീറ്റുകൾ നൽകിയതുകൊണ്ടാണിത്. കുശ്യാഹകൾ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാനാവുമോ എന്നാണ് താക്കൂറിന്റെ ചോദ്യം. ഏതായാലും ഒരു കാര്യം നേതാവ് വ്യക്തമായി പറയുന്നുണ്ട്: യാദവരും മുസ്ലിങ്ങളും എന്റെ അടുത്തു നിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കരുത്. അവരെ ബഹുമാനത്തോടെ തന്നെ ഞാൻ കാണും. എന്നെ വിളിച്ച് സഹായം അന്വേഷിച്ചാൽ ചായയും ലഘുഭക്ഷണവും വരെ നൽകും. പക്ഷേ അവരുടെ ഒരു പ്രശ്നങ്ങളും താൻ പരിഹരിക്കില്ല. തിരഞ്ഞെടുപ്പിന് ശേഷം തന്നെ കാണാൻ വന്ന ഒരു മുസ്ലിമിനോട് ഇക്കാര്യം പറഞ്ഞതാണെന്നും JDU MP എടുത്തു പറയുന്നുണ്ട്. BJPയുമായി എന്റെ പാർട്ടി സഖ്യമുണ്ടാക്കിയെന്ന ഒറ്റ കാരണത്താൽ എനിക്ക് വോട്ട് ചെയ്യാതിരുന്ന നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കാനാവുക എന്നാണ് നേതാവ് ആ മുസ്ലിം സഹോദരനോട് ചോദിച്ചത്. എന്റെ ചോദ്യം കേട്ട് സന്ദർശകർ അതിനോട് യോജിക്കുകയാണ് ചെയ്തതെന്നും അത്തരത്തിൽ വോട്ട് ചെയ്തതിൽ അദ്ദേഹത്തിന് പശ്ചാത്താപമുണ്ടെന്നും ദേവേഷ് ചന്ദ്ര താക്കൂർ പറയുന്നുണ്ട്. താക്കൂർ നേരത്തെ RJDയുടെ അർജുൻ റോയിയെയാണ് പരാജയപ്പെടുത്തിയത്. ഈ സീറ്റിൽ നിന്ന് മുൻപ് വിജയിച്ച നേതാവായിരുന്നു അർജുൻ റോയ്. അതേസമയം ദേവേഷ് ചന്ദ്ര താക്കൂറിന്റെ പരാമർശങ്ങളെ RJDയും BJPയും തള്ളി. തീർത്തും എതിർക്കപ്പെടേണ്ട പരാമർശമാണ് താക്കൂർ നടത്തിയത്. സ്വന്തം മണ്ഡലത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്നയാൾ ആയിരിക്കണം MP എന്ന് RJD വക്താവ് ഭായ് വീരേന്ദ്ര പറഞ്ഞു. ജാതിയടിസ്ഥാനത്തിൽ മുൻധാരണകളോടെ പ്രവർത്തിക്കുന്നത് തീർത്തും മോശപ്പെട്ട കാര്യമാണെന്ന് BJPയുടെ OBC മോർച്ച ദേശീയ ജനറൽ സെക്രട്ടറി നിഖിൽ ആനന്ദും വ്യക്തമാക്കി. ബീഹാറിൽ 14% വരുന്ന യാദവ വോട്ടുകൾ പൂർണ്ണമായി നേടാൻ ആർക്കും സാധിക്കില്ലെന്നും ആനന്ദ് ചൂണ്ടിക്കാട്ടി. തന്റെ നിരാശയും വേദനയും മാത്രമാണ് താക്കൂർ പങ്കുവച്ചതെന്നും അദ്ദേഹം സഹായിച്ചവർ പോലും കൈവിട്ട കാര്യമാണ് പറഞ്ഞതെന്നും അദ്ദേഹം ആരെയും വിവേചനത്തോടെ കാണില്ലെന്നും JDU വക്താവ് നീരജ് കുമാർ താക്കൂറിനൊപ്പം നിന്നുകൊണ്ട് പറഞ്ഞു. ഏതായാലും വർഗീയ പരാമർശം നടത്തിയ JDU MPക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. കടുത്ത വിമർശനവുമായി RJDയും കോൺഗ്രസും രംഗത്തു വന്നു. എന്തു സന്ദേശമാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ MP നൽകുന്നതെന്നാണ് RJD MP നിസ ഭാരതി ചോദിച്ചത്. ഭരണഘടനയ്ക്കുമേലുള്ള ആക്രമണമാണ് ദേവേഷ് ചന്ദ്ര താക്കൂറിന്റേതെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേരയും പ്രതികരിച്ചു. NDAക്ക് 400 സീറ്റ് ലഭിച്ചാൽ അവർ ഭരണഘടന മാറ്റിയെഴുതുമെന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നു. 240 സീറ്റ് മാത്രം ലഭിച്ചിട്ടും അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞെന്നും പവൻ ഖേര വ്യക്തമാക്കി. എന്നാൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും 25 വർഷമായി താൻ പൊതുജനങ്ങളെ സേവിക്കുന്നുണ്ടെന്നും ദേവേഷ് ചന്ദ്ര താക്കൂർ പ്രതികരിച്ചു. എന്തു വന്നാലും പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാനാവില്ലെന്നാണ് നേതാവ് പറയുന്നത്.